ഒരു കാലത്ത് വീഡിയോ റെക്കോർഡിങ്ങിൽ ക്യാംകോഡറുകളിൽ ഏറ്റവും നമ്മൾ കണ്ടിരുന്ന ഒരു പേരാണ് പാനസോണിക്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ മിറർലെസ്സിൻ്റെ ലോകത്തിലേക്ക് ലോകം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ പറയുകയാണെങ്കിൽ ക്യാംകോഡറുകൾ കാണാനില്ല എന്ന് തന്നെ പറയാം. ബ്രോഡ്കാസ്റ്റിംഗ് ക്യാമറകളല്ലാതെ എല്ലാ ക്യാമറകളും മിറർലെസ് ക്യാമറകളുടെ ഒരു യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിനൊത്തുള്ള മാറ്റത്തിനനുസരിച്ച് പാനസോണിക്കും കുറേ മിറർലെസ് ക്യാമറകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ MFT സെൻസറുമായിട്ട് ഇറക്കിയ ഒരു G സീരീസിലുണ്ടായിരുന്ന ക്യാമറകളായിരുന്നു GH4, GH5, GH5S, പിന്നെ G9, G7. ഇവയൊക്കെ ഇന്ത്യയിൽ ഇറങ്ങിയ മോഡലുകളാണെങ്കിൽ ഒത്തിരി MFT ക്യാമറകൾ യൂറോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ ക്യാമറകളിൽ അടുത്ത കാലത്ത് ഏറ്റവും ജനപ്രിയം നേടിയ, പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഒത്തിരി പേര് ഉപയോഗിച്ചിരുന്ന ഒരു ക്യാമറയാണ് G9 എന്നൊരു ക്യാമറ. അതിൻ്റെ സക്സസർ മോഡലാണ് G9 Mark II എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വൈൽഡ് ലൈഫിന് മാത്രമല്ല, ഏത് ആവശ്യത്തിന്, നമ്മുടെ വ്ളോഗിങ് ആവശ്യങ്ങൾക്ക്, വീഡിയോഗ്രാഫിക്ക്, ഫോട്ടോഗ്രാഫിക്ക് ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു MFT സെൻസർ ക്യാമറയാണ്. MFT നമുക്കറിയാം, മൈക്രോ ഫോർ തേർഡ് സെൻസറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ചെറിയ ഒരു സെൻസറാണ്. പക്ഷേ നമുക്കൊരു സിനിമാറ്റിക് പർപ്പസിൽ 4Kയിൽ ഷൂട്ട് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു ക്യാമറയായിരുന്നു. ആ ഒരു പർപ്പസിന് GH5S ഒരു വൻ വിജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ട ഒരു ക്യാമറയാണ്. പിന്നെ പാനസോണിക്കിൻ്റെ തന്നെ V-Log നമുക്ക് ലോഗിൽ ഷൂട്ട് ചെയ്ത് ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ടേബിളിലാണ് നമ്മൾ LUT ഉപയോഗിക്കുന്നതെങ്കിൽ പാനസോണിക്കിൻ്റെ ക്യാമറകളിൽ നമുക്ക് LUT ക്യൂബ് ഫയൽസ് നമുക്ക് ഇതിനകത്ത് ചെയ്തു വെച്ചാൽ നമുക്ക് ഏത് ടോണിലാണ് അല്ലെങ്കിൽ ഏത് സിനിമാറ്റിക് ടോണിലാണ് നമുക്ക് എടുക്കേണ്ടത്, ആ ടോണിൽ നമുക്ക് LUT ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് തന്നെ എഡിറ്റിംഗ് ടേബിളിൽ വലിയ വർക്കൊന്നും ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് ലോഗ് ചെയ്യുന്നവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്യാമറ കൂടിയാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് പുതിയ ഒരു സെൻസർ കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിലെ പ്രമുഖ ക്യാമറ കമ്പനിയായ ലൈക്കയുമായിട്ട് ചേർന്നിട്ട് ലൈക്കയും പാനസോണിക് ലുമിക്സും കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഏറ്റവും പുതിയ പ്രോസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സെൻസറും അതുപോലെ തന്നെ ഏറ്റവും പുതിയ അവരുടെ CMOS സെൻസറാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന CCD ക്വാളിറ്റിയിൽ, CCDയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന അതേ ക്വാളിറ്റിയിൽ, എങ്കിൽ പവർ കൺസപ്ഷൻ CMOSൻ്റെ പവർ കൺസപ്ഷനിൽ വർക്ക് ചെയ്യുന്നൊരു സെൻസറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വീഡിയോയുടെ പേറ്റൻറ്റുകൾ പറയുകയാണെങ്കിൽ അത് പാനസോണിക്കിൻ്റെ കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ ടെക്നോളജിയിൽ ഒരുപാട് സാധ്യതകൾ ഇനിയും കൊണ്ടുവരാൻ പാനസോണിക് ലൂമിക്സിന് കഴിയുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. അടുത്തത് ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ഹൈബ്രിഡ് ക്യാമറ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹൈ സ്പീഡിൽ ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുമെന്നുള്ളത് വേറൊരു സവിശേഷതയാണ്. മാത്രമല്ല ഇതിൻ്റെ IBISഉം ഏകദേശം 7.5 സ്റ്റോപ്പ് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു IBIS ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൂടാണ്ട് സാധാരണ ഇപ്പോൾ ഉള്ള പല ക്യാമറകളിലും ഇൻബോഡി സ്റ്റെബിലൈസേഷൻ IBIS വർക്ക് ചെയ്യുന്ന സമയത്ത് ലെൻസിൻ്റെ സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ക്യാമറയിൽ ഇത് രണ്ടും, ബോഡിയും ലെൻസും സിങ്ക്രണൈസ് ചെയ്ത് സ്റ്റെബിലൈസേഷൻ തരാനുള്ളൊരു ഓപ്ഷൻ കൂടി, ഒരു അഡ്വാൻസ് ടെക്നോളജി കൂടി പാനസോണിക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 4Kയിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ക്രോപ്പ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അതുപോലെ ഫുൾ HDയിലാണെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിനിമാറ്റിക് മോഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് 24 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും മെമ്മറി കാർഡിൻ്റെ സ്പീഡ് നമുക്ക് പ്രശ്നമാവാറുണ്ട്. അപ്പോൾ നമുക്ക് 4Kയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു പിക്സൽ ബിന്നിങ് അവിടെ സംഭവിക്കും. ഇതിൽ നമുക്ക്, ഈ ക്യാമറയിൽ നമുക്ക് SSD ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് റോ മോഡിൽ വരെ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി പാനസോണിക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലുമിക്സ് S9 Mark IIന് നമുക്ക് 2 കാർഡുകൾ ഒരേ സമയം റെക്കോർഡ് ചെയ്യാൻ പറ്റും. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കാർഡ് ഉപയോഗിക്കുമ്പോൾ കഴിവതും ഒരു ഹൈ സ്പീഡ് കാർഡ് തന്നെ ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് SSDയിൽ നേരിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ സിനിമ 4Kയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ, നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്മോസ് നിഞ്ചയോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ റെക്കോർഡ് ഉപയോഗിച്ചിട്ട് 422ൽ തന്നെ സിനി 4Kയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഈ ക്യാമറ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ തീർത്തും ഒരു ഹൈബ്രിഡ് ക്യാമറ എന്ന് തന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. കാരണം നമുക്ക് സിനിമ അത്യാവശ്യം നമുക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന്
വൈൽഡ് ലൈഫിന് എല്ലാത്തിനും പറ്റുന്ന ക്യാമറകൾ അപൂർവമായിട്ടാണ് വരാറുള്ളത്. ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണെങ്കിൽ ചിലപ്പോൾ അത് വൈൽഡ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ക്യാമറ ഇത് ഏത് പർപ്പസിനും ഒരുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തീർത്തും ഒരു ഹൈബ്രിഡ് ക്യാമറ എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാറ്ററി ലൈഫ് ആദ്യം പറഞ്ഞ പോലെ നമ്മൾ LED ഡിസ്പ്ലേ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ പോലും ഒരു 400 ഷോട്ട് വരെ 390 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാറ്ററി പാക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 4K ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഉപയോഗിക്കാനായിട്ട് ഈ ക്യാമറ കൊണ്ട് നമുക്ക് പറ്റും. പിന്നെ സ്റ്റെബിലൈസേഷൻ നേരത്തെ പറഞ്ഞു, സിങ്ക്രണൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന ആക്റ്റീവ് മോഡലും നമുക്ക് സാധാ മോഡലും പല ക്യാമറകളിൽ ഉള്ളതുപോലെ 2 മോഡലും നമുക്ക് സ്റ്റെബിലൈസേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ആക്റ്റീവ് മോഡലാകുമ്പോൾ നമ്മൾ നടന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലോഗ് ചെയ്യുന്നവർക്കെല്ലാം ആ ഒരു മോഡ് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. പിന്നെ മെക്കാനിക്കൽ ഷട്ടറിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 10 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് മെക്കാനിക്കൽ ഷട്ടറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ക്യാമറ തന്നെയാണ് G9 Mark II എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കേരളത്തിൽ പാനസോണിക്കിൻ്റെ ലുമിക്സിൻ്റെ ബ്രാൻഡഡ് ഷോപ്പുകളിൽ ക്യാമറ ഷോപ്പുകളിൽ, കാരണം പാനസോണിക് എന്ന് പറഞ്ഞാൽ വൈഡ് കമ്പനിയാണെന്ന് അറിയാം, കാരണം എല്ലാ ഷോപ്പുകളിലും അവരുടെ പല പല ഉൽപ്പന്നങ്ങൾ വെക്കുന്നുണ്ട്. പക്ഷേ ലുമിക്സിന് കേരളത്തിൽ ഏകദേശം 14ഓളം ഓതറൈസ്ഡ് ഡീലേഴ്സ് ഉണ്ട്. അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്വന്തമാക്കാൻ മറക്കണ്ട. ഓക്കെ, ബൈ.